കലീക ജ്യോതിഷൻ്റെ പ്രണാമം. അപ്പോൾ ഞാൻ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഇടാനുണ്ടായ കാരണം എൻ്റെ വാട്സപ്പിൽ നൂറുകണക്കിന് മെസ്സേജുകൾ അല്ലെങ്കിൽ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയിൽ ഒരു വൻ വൈറസ് ബാധ വന്നിരിക്കുന്നു, ചൈനയിൽ ശവങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള വീഡിയോകൾ ഓരോരുത്തർ ചെയ്ത വീഡിയോകൾ എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ മിക്കവാറും എൻ്റെ ജീവി തീരും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് വരികയാണ്. അപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞത് പറയാം, എല്ലാവരും പറയാൻ സമയമില്ല. കുറേ പേര് പറഞ്ഞിരിക്കുന്നത് ചൈനയിലെ ആ വൈറസിനെ കുറിച്ച് സാറിൻ്റെ 2025 50ാമത്തെ പ്രവചനത്തിൽ ചൈനയിൽ ഒരു പുതിയ വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങളിൽ ഞെട്ടൽ ഉളവാക്കുന്നത്. സാറിൻ്റെ വാക്കുകൾ, സാറിൻ്റെ പ്രവചനങ്ങൾ മാത്രം വളരെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നാടെങ്ങും വാഹന അപകടം എത്ര വ്യക്തമായിട്ടാണ് സാറ് പറഞ്ഞത്. സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒത്തിരി പേര്. നമ്മളെല്ലാം ലോക്ക്ഡൗണിലേക്ക് പോവോ, കൊറോണ പോലെ കഷ്ടപ്പെടേണ്ടി വരുമോ, ജനങ്ങൾക്ക് ഭീതിയും വെപ്രാളവും ഭയവും വരുമ്പോൾ അവർ എനിക്ക് വീഡിയോ അയക്കും. സാറിൻ്റെ വായിൽ നിന്ന് ഞങ്ങൾക്കത് കേൾക്കണം. പോരാത്തതുകൊണ്ട് സാറിൻ്റെ 2025 50ാമത്തെ പ്രവചനത്തിൽ ചൈനയിൽ പുതിയ വൈറസ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് പേടി, അതാണ് ഞങ്ങൾക്ക് ഞെട്ടൽ, അതാണ് ഞങ്ങൾക്ക് ഭയം. അപ്പം എങ്ങനെയാണ് ഓരോരുത്തരും കുറേ പേര് അയച്ചിരിക്കണം. നൂറുകണക്കിന് മെസ്സേജുകളാണ് വന്നത്. അതിൽ കുറേ പേര് അങ്ങനെ എഴുതിയിരിക്കുന്നു. അത് എൻ്റെ പ്രവചനങ്ങൾ ദിവസം പ്രതി നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. വിമാന അപകടങ്ങളായാലും ആ എഴുത്തുകാരൻ്റെ മരണമായാലും അങ്ങനെ പോകുന്ന നിരവധി പ്രവചനങ്ങൾ. കേരളത്തിൽ ആക്സിഡൻറ്റ് ഡെയിലി മരിക്കുന്നു. ഇപ്പം അതൊരു ഇതായി മാറിയിരിക്കുകയാണ്. ഡെയിലി മരണങ്ങൾ. കാട്ടാന വരുന്നു, ഉപദ്രവിക്കുന്നു, വന്യജീവികൾക്ക് ഭ്രാന്ത് പിടിക്കുന്നു, നാട്ടിലിറങ്ങുന്നു, മനുഷ്യനെ കൊല്ലുന്നു. ഇത് ചന്ദ്രൻ്റെ അവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞു. ചന്ദ്രൻ്റെ അവസ്ഥ വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. ഇത് കഴിഞ്ഞാൽ ഇനി പ്രകൃതിക്ഷോഭങ്ങളെ നമ്മൾ നേരിടണം. ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. ചൈനയെ സംബന്ധിച്ചോളം ചൈന ബയോ കെമിക്കൽ വെപ്പണാണ്. ചൈനയുടെ അവിടെ അവർക്ക് പ്രകൃതിക്ഷോഭമുണ്ട്. ഈ വർഷം ഗംഭീരമായിട്ടുള്ള പ്രകൃതിക്ഷോഭം ചൈനയ്ക്കുണ്ട്. അതിൽ 50ാമത്തെ പ്രവചനമായിട്ട് നമ്മൾ പറഞ്ഞു ചൈനയിൽ പുതിയ വൈറസ്. അതിപ്പോൾ പടർന്നു പിടിക്കുന്നതായിട്ടാണ് ലോകമെമ്പാടുമുള്ള ആൾക്കാർ എനിക്ക് വീഡിയോ അയച്ചു തന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വർഷം ചൈനയുടെ കംപ്ലീറ്റ് കണക്കും എൻ്റെ കയ്യിലുണ്ട്. ചൈന എങ്ങനെ പ്രവർത്തിക്കുമെന്ന് വരെ അറിയാവുന്നുള്ള ഒരു പ്രവാചകനാണ് ഞാൻ. ചൈനയുടെ വൈറസ് വളരെ വ്യക്തമായിട്ട് 49 ചൈനയിൽ വൻ പ്രകൃതിക്ഷോഭം ചൈനയ്ക്ക് കൊടുക്കും. ചൈന ഓരോന്ന് ചെയ്യുമ്പോൾ ചൈനയ്ക്ക് അതിൻ്റേതായ പ്രകൃതി വാരിക്കോരി കൊടുക്കും. അതുകൊണ്ട് ഈ വൈറസ് സ്പ്രെഡാവാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ കാസർഗോഡ് ഭക്ഷ്യവിഷബാധ 13ാമത്തെ പ്രവചനം ഉണ്ടായിരുന്നു, അതും സംഭവിച്ചു. അത് വളരെ ഷാർപ്പായിട്ട് അസൂയാലുക്കൾ ഞെട്ടിത്തരിച്ച് അസൂയ മൂത്ത് അവരെല്ലാം കടലിൽ ചാടാൻ പോവുകയാണ്. കലീക ജ്യോതിഷൻ്റെ പ്രവചനങ്ങൾ ഇത്ര ഷാർപ്പാണോ? പ്രവചനങ്ങൾ പൊതുവെ എല്ലാവരെ കൊണ്ട് സാധിക്കില്ല. അത് ദൈവാനുഗ്രഹം, ഉപാസനാമൂർത്തിയുള്ളവർക്ക് അല്ലെങ്കിൽ ഓറ ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരുപാട് പേര് പ്രവചിച്ച് നോക്കി, പക്ഷേ അത് ശരിയായിട്ട് വരണം എന്നില്ല. അതൊരു പ്രത്യേക കഴിവാണ്, ഭഗവാൻ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കഴിവാണ്. അവർ പ്രവാചകഗണത്തിൽപ്പെട്ടവരാണ്. അവരുടെ പ്രവചനങ്ങളിൽ 95% ശരിയാക്കാൻ അവരെ കൊണ്ടുവരും. അത് മനുഷ്യൻ്റെ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ്, മനുഷ്യനായിട്ട് ജനിച്ച ദൈവജ്ഞന്മാരുടെ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ്. അത് ദൈവം എനിക്ക് തന്നതിൽ ഞാൻ ഭഗവാനോട് കടമപ്പെട്ടിരിക്കുന്നു. അതെൻ്റെ കർമ്മമായിട്ട് ഭഗവാൻ എന്നെ ഏൽപ്പിച്ചതാണ്. ലോകത്തിനോട് വിളിച്ചു പറയൂ എന്ന്. സ്വാഭാവികമായിട്ട് 6-ാം തീയതി 7-ാം തീയതി തിരുവനന്തപുരത്ത് കൺസൾട്ടിങ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കൂ. കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി മുന്നോട്ട് പോകും. എത്രയോ ആൾക്കാർ ഉമാ തോമസ് വീണ സമയത്ത് അവരുടെ കുടുംബത്തിലുള്ള ഒരംഗം തന്നെ എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ എന്തു പറഞ്ഞു? അതുതന്നെയാണ് ലോകം കാണുന്നത്. കലീക ജ്യോതിഷനാത്യം പറയും, ശാസ്ത്രം പിന്നീട് ശരിവയ്ക്കും. ക്യാൻസറിൻ്റെ മരുന്നിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം
കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകം. ഉറപ്പായിട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അർജുൻ്റെ മരണം, ജോയിയുടെ ആ മരണം, ഇതെല്ലാം ആ നിമിഷം തന്നെ പറഞ്ഞു. അത്ര ചങ്കുറപ്പോടുകൂടി പറയുന്ന കേരളത്തിലെ ഒരേ ഒരു പ്രവാചകൻ കലീക ജ്യോതിഷനാണെന്ന് ലോകം അംഗീകരിക്കുന്നു. അതാണ് ഇന്ന് എന്ത് നടന്നാലും എന്നെ അവരറിയിക്കുന്നത്. അതുപോലെ നൂറുകണക്കിന് ആൾക്കാരുടെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറച്ചു കൊണ്ട് പോവുകയാണ്. അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കാനും കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാനും എല്ലാം അവർ എന്നെ സമീപിക്കുന്നവർക്ക് അത് പൂർണ്ണമായും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, അഥവാ അവർക്ക് പ്രയാസമാണെങ്കിൽ അതിൽ നിന്നും അവർക്ക് എങ്ങനെ മുക്തി നേടാം എന്നുള്ളത്, ഇല്ലെങ്കിൽ മുക്തി നേടിക്കൊടുക്കും. കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ണിക്കൊള്ളാനുള്ള പിരിയത്താക്കി മാറ്റാം. കുറേത് ഫലങ്ങൾ കിട്ടത്തില്ല. കുറേ കാര്യങ്ങൾ 10% ഭഗവാന്റെ കൈകളിലാണ്. 90% നമുക്ക് ശരിയാക്കാൻ പറ്റും, എനിക്ക് ശരിയാക്കാൻ പറ്റും എന്ന് വിശ്വാസമുണ്ട്. ലോകം അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് 11-ാം തീയതി എറണാകുളത്ത് ഞാൻ കൺസൾട്ടിങ് കാണും. സ്വാഭാവികമായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയണം. 14-ാം തീയതി അല്ല, 13-ാം തീയതിയാണ് പാലക്കാട് കൺസൾട്ടിങ് ഉള്ളത്. അതുപോലെ 18-ാം തീയതി എന്നുള്ളത് 15-ാം തീയതിയാണ് താമരശ്ശേരി സിറ്റി മോളിൽ കൺസൾട്ടിങ് ഉള്ളത്. തിരക്ക് കാരണം സമയം ക്രമീകരിക്കേണ്ടി വന്നു. അതിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പം നിങ്ങളെല്ലാ പേരും ഒന്ന് മനസ്സിലാക്കുക. കൺസൾട്ടിങ് വന്നിട്ട് 11-ാം തീയതി എറണാകുളം, 13-ാം തീയതി പാലക്കാട്, 15-ാം തീയതി താമരശ്ശേരി സിറ്റി മോൾ. 20-ാം തീയതി എനിക്ക് വിദേശത്ത് പോകണം. 20-ാം തീയതി എനിക്ക് ദുബായിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വെട്ടിച്ചുരുക്കേണ്ടി വന്നു. കൺസൾട്ടിങ് 5 ദിവസം കൊണ്ട് തന്നെ എല്ലായിടവും ക്ലിയർ ചെയ്യേണ്ടതായിട്ട് ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് എല്ലാ പേരെയും, ഒരാളിനെ പോലും പറഞ്ഞ സമയത്തിന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും. അതിനനുസരിച്ച് എൻ്റെ വർക്കിംഗ് ലോഡ് കൂടി 18 എന്നുള്ള ഇപ്പോൾ 20 മണിക്കൂർ ജോലി ചെയ്യും. പക്ഷേ ഒരാളുടെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ കറക്റ്റായിട്ട് അത് അവർക്കറിയാം. സന്തോഷ് സാറിൻ്റെ പഞ്ച്വാലിറ്റി വളരെ വ്യക്തമാണ്. അത് എത്ര ഞാൻ ഹാർഡ് വർക്ക് ചെയ്താലും പഞ്ച്വാലിറ്റിയിൽ നിന്ന് വിട്ടുമാറില്ല. അത് പണ്ട് മുതലേ എൻ്റെ ഒരു സ്വഭാവമാണ്. പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് പറയണതേ ചെയ്യൂ, ചെയ്യണതേ പറയൂ. അതാണ് എൻ്റെ വിജയത്തിൻ്റെ ഇക്വേഷൻ. നിങ്ങളിതെല്ലാം മനസ്സിലാക്കണം. ധൈര്യമായിട്ടിരിക്കുമോ. കോവിഡിനെ നേരിട്ട് നമുക്ക് ഇതൊന്നും ഒരു പ്രയാസമേ അല്ല. പക്ഷേ ഞാൻ അതിനകത്തൊരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 50-ാമത്തെ പ്രവചനമായിട്ട് ചൈന പുതിയ ഒരു വൈറസ് ഉൽപ്പാദിപ്പിക്കും. അത് ചൈനയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അവനെല്ലാം കള്ളന്മാരായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അവൻ സ്വന്തം മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ട് വളരാൻ ശ്രമിക്കും. പക്ഷേ ദൈവം അവന് പടലോട് കൊടുക്കും. 49-ാമത്തെ പ്രവചനമുണ്ട്, വൻ പ്രകൃതിക്ഷോഭം. അതും ചൈനയിൽ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം അറിയാൻ പറ്റും. അതാണ് ശിവൻ്റെ ദീക്ഷ, ഭഗവാന്റെ ദീക്ഷ, എൻ്റെ കാൽക്കുലേഷൻ. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രവചനങ്ങൾ നടത്തുന്നത്. തീർച്ചയായും മോശമായിട്ടുള്ള ഒരു പ്രവചനവും സംഭവിക്കാതിരിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ എന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ലോഹാ സമസ്ത സുഖിനോ ഭവന്തു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഃ. ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ.